തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിയുടെ തട്ടിപ്പ് പരമ്പര. ATMകൾക്ക് മുൻപിൽ ക്യൂ നിൽക്കുകയാണ് ആദ്യപടി. പണം പിൻവലിക്കാൻ അറിയാത്ത ആളുകളെ സഹായിക്കാമെന്ന് പറഞ്ഞ് പിന്നാലെ കൂടും. ഇക്കഴിഞ്ഞ 10-ാം തീയതി പ്രതി ATMന് മുൻപിൽ ക്യൂ നിന്ന റെയിൽവേ ശുചീകരണ തൊഴിലാളിയോട് പണം പിൻവലിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അടുത്തുകൂടി. ATM കാർഡ് വാങ്ങിയ പ്രതി പിൻ നമ്പർ വാങ്ങി. മെഷീനുള്ളിൽ കാർഡിട്ട ശേഷം മെഷീനിൽ പണമില്ല എന്ന് ഇരകളോട് പറഞ്ഞു വിശ്വസിപ്പിക്കും. യഥാർത്ഥ ATM കാർഡിന് പകരം കൃത്രിമ കാർഡ് മാറ്റി നൽകും. ഈ പ്രതി ആ ATMൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയിട്ട് കാണാനൊക്കെ നല്ല വെൽ ജെൻറ്റിൽമാൻ ആണെന്ന് തോന്നിയതുകൊണ്ടാകാം സഹായിക്കണമെന്ന് ചേച്ചിന്ന് ചോദിച്ചുകൊണ്ട് ഈ നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത്, നമ്മുടെ ക്ലിനിക് സ്റ്റാഫ് പരാതിക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് അവരെയും വിളിച്ചുകൊണ്ട് ATMൽ കയറിയിട്ട് അവരുടെ ATM കാർഡ് വാങ്ങി മെഷീനിലിടുന്നു. എന്നിട്ട് പറയുന്നു അവരുടെ പിൻ നമ്പർ സൂത്രത്തിൽ ചോദിച്ച് മനസ്സിലാക്കി തെറ്റായ പിൻ നമ്പർ അടിച്ചിട്ട് ഇതിൽ പൈസ ഇല്ല, മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നു. അതിനുശേഷം പൈസ ഇല്ല എന്ന് പറയുന്നു. എന്നിട്ട് ATM തിരിച്ചു കൊടുക്കുന്നു. 40,000 രൂപയാണ് കോട്ടയം ചിങ്ങവനം സ്വദേശി രാജേഷ് റെയിൽവേ ശുചീകരണ തൊഴിലാളിയുടെ അക്കൗണ്ടിൽ നിന്ന് പല ATMകളിൽ നിന്നായി പിൻവലിച്ചത്. ശുചീകരണ തൊഴിലാളിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTVകൾ കേന്ദ്രീകരിച്ചായിരുന്നു റെയിൽവേ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം. പ്രതി സ്ഥിരമായിട്ട് ചെയ്യുന്ന തന്ത്രമാണ് ഈ ATM കാർഡ് മാറ്റി കൊടുക്കുക എന്നുള്ളത്. തിരക്കുള്ള ATM സെൻറ്ററുകളിൽ മിക്കപ്പോഴും പല ആളുകളും ATM കാർഡ് മറന്നു വെച്ച് പോകും. ആ മറന്നു വെച്ച് പോകുന്നത് മിക്ക സ്ഥലങ്ങളിലും ATM സെൻറ്ററുകളിൽ വിസിറ്റ് ചെയ്ത് പോയി കളക്ട് ചെയ്തെടുത്ത് കൈവയ്ക്കുകയാണ് പതിവ്. എന്നിട്ട് ഇരകളുടെ കയ്യിലുള്ള അതേ കളറിലുള്ള അതേ ബാങ്കിൻ്റെ ATM കാർഡ് ഏതാണെന്ന് മനസ്സിലാക്കി അത് മാറ്റി വെച്ചിട്ട് തിരിച്ച് പൈസ ഇല്ലയെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ കളറിലുള്ള ATM കാർഡ് കൊടുക്കും. അവർ ഇരയുടെ യഥാർത്ഥ ATM കാർഡ് ഉപയോഗിച്ച് പിൻ നമ്പറും കൈക്കലാക്കി പൈസ തട്ടുകയാണ് പതിവ്. ഇന്ന് വീണ്ടും തട്ടിപ്പിനായി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ രാജേഷിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ബാഗിൽ നിന്ന് 40ഓളം ATM കാർഡുകൾ പോലീസ് കണ്ടെത്തി. പ്രതി ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് റെയിൽവേ ATM കൗണ്ടറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ളതായി റെയിൽവേ പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.